മുറുക്കി തീർന്ന് കാൽവരിയുടെ നെറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും, എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും. എന്റെ ശരീരമാണ് ഈ അപ്പം, എന്റെ രക്തമാണ് ഈ വീഞ്ഞ്, ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട് മതി, ജോലി മതി, മക്കള് മതി, മക്കളുടെ ആരോഗ്യം മതി, മക്കളുടെ പഠനം മതി, മക്കളുടെ എൻട്രൻസ് മതി, യേശുവിനെ വേണ്ട, യേശുവിന്റെ ശരീരം വേണ്ട, യേശുവിന്റെ രക്തം വേണ്ട. ഇത് മാരകപാപമല്ലേ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്കത് വേണ്ട. നമുക്കന്നേരം കവലയിൽ നിന്നാ മതി, നമുക്കന്നേരം പുറത്ത് നിന്നാ മതി.